പാലക്കാട് കൊല്ലങ്കോട് പഴക്കം ചെന്ന വാട്ടർ ടാങ്ക് പൊളിച്ചു മാറ്റുന്നതിനിടെ വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. എന്നിട്ടും സമീപത്തെ വീടിന്റെ ഒരു ഭാഗം തകരുകയും ഇലക്ട്രിസിറ്റി പോസ്റ്റ് ഒടിഞ്ഞു വീഴുകയും വില്ലേജ് ഓഫീസിന്റെ മതിലും ഗേറ്റും പൂർണ്ണമായി തകരുകയും ചെയ്തു. ടാങ്ക് തകർന്നു വീഴുമ്പോൾ പരിസരത്ത് നിരവധി ആളുകളും വാഹനങ്ങളും ഉണ്ടായി. പാലക്കാട് കൊല്ലങ്കോടാണ് പഴക്കം ചെന്ന വാട്ടർ ടാങ്ക് പൊളിച്ചു മാറ്റുന്നതിനിടെ ഈ ദുരന്തം ഉണ്ടായത്. അത് തലനാരിഴയ്ക്ക് ഒരുപക്ഷെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാം. ഈ ദൃശ്യങ്ങൾ തന്നെ അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ആണ്. അതിൻ്റെ ചുവരുകൾ എല്ലാം ഇടിച്ചു നീക്കിയെങ്കിലും അസ്ഥിവാരം അത് നിലനിന്നിരുന്നു. അത് പൂർണ്ണമായും, അതായത് ആളുകൾ ഉൾപ്പെടെ നോക്കി നിൽക്കെ ആണ് ഈ അസ്ഥിവാരം ഒന്നാകെ ഒരുമിച്ച്, അതിൻ്റെ കോൺക്രീറ്റ് ബീമുകൾ ഒരുമിച്ച് നിലം പതിച്ചത് എന്നതാണ്. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ആണ്. തലനാരിഴയ്ക്ക് ആളുകൾ രക്ഷപ്പെട്ടു എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രജിത്ത് കോങ്ങാടാണ് ചേരുന്നത്. പ്രജിത്ത്, ബഹുനില കെട്ടിടങ്ങളടക്കം സുരക്ഷിതമായി നിലം പൊത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോഴുണ്ട്. അതിനിടയിലാണല്ലോ ഈ ഒരു വാട്ടർ ടാങ്ക് പൊളിച്ചു മാറ്റുന്നതിനിടെ ഇങ്ങനെയൊരു അപകടം സംഭവിക്കുന്നത്. എങ്ങനെയാണ് ഈ പിഴവ് സംഭവിച്ചത്? അതായത് ഇത് പൊളിച്ചു നീക്കുമ്പോൾ പാലിക്കപ്പെടേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകാൻ പറ്റും. യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും പാലിക്കപ്പെടാതെയാണ് ഈ വാട്ടർ ടാങ്കിന്റെ പില്ലറുകൾ പൊളിച്ചു മാറ്റിയത്. 92-ലാണ് ഈ വാട്ടർ ടാങ്ക് കൊല്ലങ്കോട് പഞ്ചായത്തിന് വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റിയും പഞ്ചായത്തും കൂടിയിട്ട് ഈ വാട്ടർ ടാങ്ക് നിർമ്മിക്കുന്നത്. കൊല്ലങ്കോടും പരിസര പ്രദേശങ്ങളിലേക്കുമുള്ള വെള്ളത്തിന് വേണ്ടി മീങ്കര ഡാമിൽ നിന്നുള്ള വെള്ളം ശേഖരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഡാം ഉണ്ടാക്കി. 2004-ലാണ്. പല കാരണങ്ങളാൽ ഈ വാട്ടർ ടാങ്കിന്റെ പണി മുടങ്ങിയാലും 2004-ലാണ് പണി പൂർത്തിയാക്കിയത്. ആ പണി പൂർത്തിയാക്കിയ ശേഷവും ഈ വാട്ടർ ടാങ്കിന് ചോർച്ചയും അതുപോലെ തന്നെ ഈ ബലക്ഷയും ഉണ്ടായിരുന്നു. അതിനാൽ ഈ വാട്ടർ ടാങ്ക് ഈ സമീപകാലത്താണ് വാട്ടർ ടാങ്ക് പൊളിച്ചു മാറ്റണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതുമാത്രമല്ല, ഈ കൊല്ലങ്കോട് കുറച്ചു കാലങ്ങളായിട്ട് വിനോദസഞ്ചാരികൾ ഒരുപാട് വരുന്നതുമാണ്. അതുപോലെ തന്നെയാണ് ഇതേ റോഡ് സൈഡിൽ തന്നെയാണ് ഈ വാട്ടർ ടാങ്ക് ഉള്ളത്. സമീപത്ത് വില്ലേജ് ഓഫീസുണ്ട്, പോസ്റ്റ് ഓഫീസുണ്ട്. അതായത് ടൗണിനോട് ചേർന്ന് തന്നെയാണ് ഈ വാട്ടർ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഇതിനെ പൊളിച്ചു മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് പഞ്ചായത്ത് എത്തുന്നത്. അപ്പോൾ തന്നെ ഇതിന്റെ സൈഡിലുള്ള വാട്ടർ ടാങ്കിന്റെ ഭിത്തികളെല്ലാം പൊളിച്ചു മാറ്റുകയും പില്ലർ അങ്ങനെ തന്നെ നിലനിർത്തുകയും ചെയ്തത്. സാധാരണഗതിയിൽ സ്ഫോടനത്തിന്റെ ഇതിലാണ് ഈ സാധനം പില്ലർ പൊളിച്ചു മാറ്റുക. ഇത് യാതൊരു മാനദണ്ഡവുമല്ലാതെ JCB കൊണ്ട് തകർക്കലും JCB കൊണ്ട് തള്ളിമാറ്റലുമായിരുന്നു ആദ്യം ഇവർ ശ്രമിച്ചത്. പിന്നീടാണ് അത് അങ്ങനെ പൊളിഞ്ഞ് നേരെ മെയിൻ റോഡിലേക്കാണ് വീഴുന്നത്. സമീപത്തും ആളുകളും ഉണ്ടായിരുന്നു. ആളുകളെ പറഞ്ഞതുപോലെ ഈ കൊല്ലങ്കോട് കഴിഞ്ഞ ഏതാനും കാലങ്ങളായി സോഷ്യൽ മീഡിയയിലൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രദേശമാണ്. അവിടുത്തെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് ഇടയ്ക്കൊക്കെ ഒരുപാട് സഞ്ചാരികൾ ഒരേ സമയം അവിടെയൊക്കെ എത്തി വലിയ ട്രാഫിക് ഇഷ്യൂ ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അതേ പരിസരത്ത് തന്നെയാണല്ലേ ഈ പറയുന്ന ടാങ്കുമുള്ളത്? ഈ കൊല്ലങ്കോട് ജംഗ്ഷൻ തന്നെയാണ് ഈ ടാങ്ക് ഉള്ളത്. ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ പോയാൽ തന്നെയാണ് ഈ കൊല്ലങ്കോട് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളുള്ളത്. അവിടെ നിന്ന് മുതൽ ഈ കുടിലിടവും മറ്റേ താമരപ്പാടവും എല്ലാം തുടങ്ങുന്നത്. സഞ്ചാരികൾ വരുന്നതും ഇതിന്റെ സമീപത്ത് തന്നെയാണ്, വണ്ടികൾ പാർക്ക് ചെയ്യുന്നതും എല്ലാം ഇതിന്റെ സമീപത്ത് തന്നെയാണ്. അവിടെയാണ് ഇത്രയും വലിയൊരു ടാങ്ക് വീണ് വൻ ദുരന്തം ഒഴിവായിരിക്കുന്നത്. അഭിലാഷ്, തീർച്ചയായും പ്രജിത്ത്, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഒരു മെയിൻ റോഡ് മുന്നിൽ കൂടി പോകുന്നുണ്ട്. സാധാരണ ഈ കെട്ടിടം ഇങ്ങനെയൊക്കെ പൊളിച്ച് അതിൻ്റെ അസ്ഥിവാരത്തിൽ നിർത്തുമ്പോൾ മിനിമം ഒരു സുരക്ഷാ സംവിധാനങ്ങൾ എങ്കിലും കാണാം. ഇതിപ്പോൾ വെറുതെ ഷീറ്റ് കെട്ടി മറച്ചിരിക്കുന്നു. ആ പ്രധാന പാതയിലൂടെയുള്ള ഗതാഗതത്തിന് പോലും നിയന്ത്രണമില്ല. ഒരുപക്ഷെ ആ വഴിയോരത്തു കൂടിയൊക്കെ ആളുകൾക്ക് സഞ്ചരിക്കുന്നതിനോ വാഹനങ്ങൾ കടന്നു പോകുന്നതിനോ ഒന്നും ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല എന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരാൾക്കൂട്ടം അവിടെ നിന്നിരുന്ന സമയത്തോ ഒരു വാഹനം അതിലെ കടന്നു പോകുന്ന സമയത്തോ ഒക്കെയാണിത് തകർന്നു വീണത് എങ്കിൽ എത്ര വലിയ അപകടമാകുമായിരുന്നു പ്രജിത്ത്? അഭിലാഷ്, ഇത് തകർന്നു വീണതല്ല, തകർക്കുന്നതായിരുന്നു വിഷയം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ റോഡ് സൈഡിലുള്ള മരങ്ങൾ വെട്ടുന്ന അതേ ലാഘവത്തോടു കൂടിയാണ് ഇത്രയും വലിയ വാട്ടർ ടാങ്കിനെ അത് പൊളിച്ച് റോഡിലേക്ക് ഇടുന്നത്. അതായത് കൊല്ലങ്കോട്ടിൽ നിന്ന് പൊള്ളാച്ചിയിലേക്ക് പോകുന്ന പാതയിലാണ്, ഈ പാതയുടെ ഈ സമീപത്താണ് ഈ വാട്ടർ ടാങ്ക് ഉള്ളത്. അതായത് ടൗണിനോട് ചേർന്ന് തന്നെയാണ് ഈ വാട്ടർ ടാങ്ക് ഉള്ളതും. അഭിലാഷ്, അതെ, തീർച്ചയായും പ്രജിത്ത്, ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു പൊളിക്കൽ പ്രക്രിയ തുടങ്ങിയിട്ട് ദിവസങ്ങളായി കാണുമല്ലോ. ഇതിനിടയിൽ എപ്പോഴെങ്കിലുമൊക്കെ
ഈ കെട്ടിടം തകർന്നു വീണിരുന്നുവെങ്കിൽ അങ്ങേയറ്റം വലിയ അപകടത്തിലേക്ക് അത് കലാശിക്കുമായിരുന്നില്ലേ? അങ്ങേറ്റം അത് വലിയ അപകടത്തിലേക്ക് കലാശിക്കും. അതായത് കുറച്ചു കാലങ്ങളായിട്ട് ഈ വാട്ടർ ടാങ്കിന്റെ ബലക്ഷയം റിപ്പോർട്ട് ചെയ്തിട്ട് തന്നെ 2-3 വർഷങ്ങളായി. അതിനുശേഷമാണ് ഈ പഞ്ചായത്തും ഈ വാട്ടർ അതോറിറ്റിയും തീരുമാനമെടുക്കുന്നത് ഇത് പൊളിച്ചു മാറ്റണമെന്നുള്ളത്. പക്ഷെ എങ്കിലും ഈ കാലങ്ങൾ അത് അടുത്തുവരെയും അതിന് സമീപത്തുള്ള ഒരുപാട് കടകളും മറ്റു തട്ടുകടകളും അതായത് ഫ്രൂട്ട്സ് കടകളും എല്ലാം ഇതിന് സമീപത്ത് തന്നെ, മാത്രമല്ല വില്ലേജ് ഓഫീസ്, പോസ്റ്റ് ഓഫീസ്, മെയിൻ റോഡിന്റെ സമീപത്ത് തന്നെയാണ് ഈ വാട്ടർ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത്. അഭിലാഷ്, യെസ്, ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുക. അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. ഒരു വാട്ടർ ടാങ്ക് അത് പൊളിച്ചു നീക്കുന്നതിനിടെയാണ് നിലം പൊത്തുന്നത്. തീർച്ചയായും ആധുനിക സൗകര്യങ്ങളുണ്ട്, ബഹുനില കെട്ടിടങ്ങൾ അതേപടി തന്നെ നിലം പതിപ്പിക്കുവാനുള്ള സാങ്കേതിക സംവിധാനങ്ങളുണ്ട്. അവിടെയാണ് ഇതിൻ്റെ കോൺക്രീറ്റ് പാളികളൊക്കെ നേരത്തെ തന്നെ അടർത്തി മാറ്റിയ ശേഷം അതിൻ്റെ ഒരു സ്കെൽറ്റൻ അവിടെ നിലനിന്നിരുന്നത് എന്നതാണ്. അതിൻ്റെ ബീമുകൾ ഉൾപ്പെടെ നിലനിന്നിരുന്നത്. ആ ബീമുകൾ ഉൾപ്പെടെ ആണ് ഇപ്പോൾ തകർന്നു വീണത്. ഇപ്പോൾ